ഒരു പ്ലെയറെ ബാൻ ചെയ്യുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഡീമെറിറ്റ് പോയിന്റ് വരുന്നു, എന്നിട്ട് നമ്മൾ പ്ലെയർ ബാൻ ആവുന്നു. ഇതൊക്കെ സിമ്പിൾ സാധനങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കേൾക്കുന്ന സാധനങ്ങളാണ്, പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു പിച്ചിനെ ബാൻ ചെയ്യുന്നതായിട്ട് കേൾക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഡീമെറിറ്റ് പോയിന്റ്, അതും ക്രിക്കറ്റിൻ്റെ മെക്ക എന്നറിയപ്പെടുന്ന ലോർഡ്സും കൂടിയാണെന്ന് ആലോചിക്കണം. അപ്പോൾ ഈ പിച്ച് നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്നത്, ഈ ഗ്രൗണ്ട് നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ലാസ്റ്റ് ഒരു ടെസ്റ്റ് മാച്ച് നടക്കുന്നു, ഇംഗ്ലണ്ട് വേഴ്സസ് ന്യൂസിലൻഡ്. എറിയുന്ന ഫാസ്റ്റ് ബോളേഴ്സിനൊക്കെ വിക്കറ്റ്, സ്പിൻ ബോളേഴ്സിനല്ല ഫാസ്റ്റ് ബോളേഴ്സിന്. പൊതുവെ എങ്ങനെയാണ് സ്വിങ്, ഇങ്ങനെ ഒരു സ്വിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്വിങ് ഉണ്ടാവുക. ഇത് അങ്ങനെയല്ല, ഇത് നേരെ പോയിട്ട് ഒറ്റ തിരിയലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിന്ന് പോലെ സ്വിങ് വരുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്നത് കണ്ട ആദ്യമൊക്കെ വിചാരിച്ചത് ബോളേഴ്സിൻ്റെ ഒരു എക്സെപ്ഷണൽ ടാലൻ്റാണ്, ബാറ്റ്സ്മാന് കളിക്കാൻ പറ്റാത്ത രീതിയിലാണെന്നുള്ളത്. അപ്പോൾ ഈ ആദ്യം ബാറ്റ് ചെയ്തത് ഇംഗ്ലണ്ട്. അപ്പോൾ ന്യൂസിലൻഡ് ബോളേഴ്സ് കണ്ടപ്പോൾ ഇത് ന്യൂസിലൻഡ് ജയിക്കും. കുറച്ച് കഴിഞ്ഞ് ന്യൂസിലൻഡ് ബാറ്റിംഗ് ഇറങ്ങിയപ്പോൾ ഇംഗ്ലണ്ട് ബോളേഴ്സിനെ കണ്ടപ്പോൾ എന്നാൽ ഇവർ ജയിക്കും എന്ന് പറയുന്ന പോലെ സ്വിങ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് അവസാനം ബാറ്റ്സ്മാനും മനസ്സിലാവുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു സംഭവം കൂടി സംഭവിക്കുന്നത്, അതായത് ചില ബോള് ബൗൺസ് ചെയ്തിട്ട് നേരെ തലയുടെ നേരെ, ചില ബോൾ ബൗൺസ് ചെയ്തിട്ട് മുട്ടിൻ്റെ നല്ല ഷിൻബോണിൻ്റെയും താഴെയൊക്കെ വരുന്നു. അങ്ങനെ കുറേ ബാറ്റ്സ്മാൻമാർ ഔട്ടാകുന്നു. അപ്പോഴാണ് ചെറിയ പ്രശ്നങ്ങൾ ഇതിനുണ്ടോ എന്നുള്ള സംശയം അടിച്ചു തുടങ്ങുന്നത്. വേറൊരു സംഭവം കൂടിയുണ്ട്, അതായത് ബോൾ അത്യാവശ്യം നമുക്ക് ഒരു ബാറ്റ്സ്മാൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത്രയും വർഷങ്ങളായിട്ട് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്ന ബാറ്റ്സ്മാൻമാരെ, ഇവർ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർക്കറിയാം ഏത് ബോളാണ് ലീവ് ചെയ്യേണ്ടത്, ഏത് ബോളാണ് ലീവ് ചെയ്യേണ്ടതെന്ന്. പതിവില്ലാണ്ട് കുറേ ബാറ്റ്സ്മാൻമാർ ലീവ് ചെയ്യുമ്പോൾ ഈ ബോൾ അകത്തേക്ക് വന്നിട്ട് ബോൾഡ് ആയിക്കൊണ്ടിരിക്കുക, നിൽക്കുന്നേ ഇല്ല, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സംഗതി മനസ്സിലാവുന്നത്. ബൗൺസ് ഭയങ്കര മോശം, സ്വിങ് അതിനേക്കാളും മോശം എന്നല്ല, ഒരു പക്ഷേ ഇതിൻ്റെ ക്യൂറേറ്റർ വിചാരിച്ചിട്ടുണ്ടാവുക റിസൾട്ട് ഉണ്ടാവട്ടെ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് മാച്ചിനെ കുറിച്ച് പറയുന്നത് റിസൾട്ട് ഇല്ലാത്ത മാച്ച് വരുമ്പോൾ കാണാൻ ബുദ്ധിമുട്ടാണ്. T20യുടെ ഇമ്പാക്റ്റ് ആണ്, കാരണം ക്രിക്കറ്റ് വളർന്നുകൊണ്ടിരിക്കുക, അതിന് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഓക്കെ. പക്ഷേ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ടെസ്റ്റ് മാച്ചിനെ കൊല്ലുന്ന രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കരുത് എന്നുള്ളത് അത്യാവശ്യം കുറച്ച് പ്ലേയേഴ്സിനെങ്കിലും തോന്നിയിട്ടുണ്ടാവും. കുറേ പ്ലേയേഴ്സ് ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് അവസാനം നമ്മുടെ മാച്ച് റഫറിയാണ് ആദ്യം പറയുക ഇതിനെന്തോ പ്രശ്നമുണ്ട്, ഇത് ബാർ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ വന്നപ്പോൾ ആദ്യത്തെ ഡീമെറിറ്റ് പോയിന്റ് ഒരു പിച്ചിന് കിട്ടുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോർഡ്സിൽ ആദ്യമായിട്ടൊരു ഡീമെറിറ്റ് പോയിന്റ് കിട്ടുന്നത്, അതും ഇത്രയ്ക്കും വലിയൊരു ഗ്രൗണ്ട്. അതിൻ്റെ ക്യൂറേറ്റർ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്നുള്ളത് എനിക്ക് വളരെ പേഴ്സണലായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഡീമെറിറ്റ് പോയിന്റ് കിട്ടുന്നു. അപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, ഡീമെറിറ്റ് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിച്ചിന് പിന്നെ എന്താ സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ ഗ്രൗണ്ടിന് പ്രശ്നങ്ങളില്ല. 8ാം നമ്പർ പിച്ചെങ്ങാനാണ് ഈ തൽക്കാലം ഡീമെറിറ്റ് പോയിന്റ് കിട്ടിയിരിക്കുന്നത്. ആ പിച്ച് തൽക്കാലം ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. 20 പിച്ചസോ 18 to 20 പിച്ചസ് ആണ് ലോർഡ്സുള്ളത്. അപ്പോൾ ഏത് പിച്ച്, വേറെ പിച്ചുകൾ ഉപയോഗിക്കാം, 8ാമത്തെ നമ്പർ ഉപയോഗിക്കാനേ പാടില്ല. അപ്പോൾ അതങ്ങനെ നിൽക്കുന്നു. ഇനി ആ പിച്ച് ഉപയോഗിക്കണമെങ്കിലുള്ള കാര്യങ്ങൾ വേറെ ഇഷ്ടം പോലെയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് കുറച്ച് നാളത്തേക്ക് അങ്ങനെ കിടക്കുക. പിച്ച് റെഡിയായി എന്ന് പറഞ്ഞ് ICCയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ICC ഇതിന് എന്നാൽ നിങ്ങൾ കളിച്ചോ അങ്ങനെയൊന്നും പറയില്ല. അതിന് ആദ്യം നടത്തേണ്ടത് കുറച്ച് കൗണ്ടി ചാമ്പ്യൻഷിപ്പ്, അതായത് ഡൊമസ്റ്റിക് ആയിട്ട് നടക്കേണ്ട ചിലതുണ്ട്, ഇൻ്റർനാഷണൽ പ്ലേയേഴ്സ് വരാത്ത ചില മാച്ചസ് നടത്തേണ്ടി വരും. അപ്പോൾ ആ മാച്ച് നടത്തി, അതായത് ഇപ്പോൾ അവർക്ക് കൗണ്ടി ചാമ്പ്യൻഷിപ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കിൻ്റെ ഉണ്ട്. എന്നിട്ട് ആ ഗ്രേഡിലുള്ള അമ്പയർമാരും ആ ഗ്രേഡിലുള്ള റഫറിമാരും ഇത് കണ്ടിട്ട് കുഴപ്പമില്ല, ഇൻ്റർനാഷണൽ പറ്റും എന്ന് അപ്രൂവൽ കൊടുത്തതിന് ശേഷം ആ പിച്ച് ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷെ അത് ചെയ്യോ ഇല്ല എന്നുള്ള കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം 20 പിച്ചുള്ള ഒരു ഗ്രൗണ്ടിൽ 8ാം നമ്പർ പിച്ച് ഇനി ഇറക്കണം എന്നുള്ള കാര്യം നിർബന്ധം ഉണ്ടാവില്ല. പക്ഷേ ലോർഡ്സ് ആയതുകൊണ്ടും ക്രിക്കറ്റിൻ്റെ മെക്ക ആയതുകൊണ്ടും ഇതിവരുടെ പ്രസ്റ്റീജിനെ ബാധിക്കുന്നുണ്ട്, ചിലപ്പോൾ അത് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ബോളർ എറിയുമ്പോൾ കറക്റ്റ് ബൗൺസിൽ കീപ്പറുടെ കയ്യിലെത്തണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 5 ദിവസത്തെ ടെസ്റ്റ് മാച്ച് ഉണ്ടാവും. അപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോൾ ടെസ്റ്റ് മാച്ചിൽ ഇങ്ങനെ ആ പിച്ച് ഡീഗ്രേഡ് ആയിക്കൊണ്ടിരിക്കും. ആ ഡീഗ്രേഡിങ് സ്ലോ ആയിരിക്കണം, ബൗൺസ് നന്നാവണം, ഈ ബൗൺസ് നേരെ കീപ്പറുടെ കയ്യിലും എത്തണം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ മാച്ചിൽ പറ്റുകയാണെങ്കിൽ ഇംഗ്ലണ്ട് വേഴ്സസ് ന്യൂസിലൻഡിൻ്റെ ഹൈലൈറ്റ്സെങ്കിലും കാണണം. ഹൈലൈറ്റ്സിൽ നമുക്ക് അത്രയ്ക്ക് മനസ്സിലാവില്ലെങ്കിലും എന്താണ് ഞാൻ ഈ പറയുന്നതിൻ്റെ രത്ന ചുരുക്കം ചിലപ്പോൾ ഈ ഹൈലൈറ്റ്സിൽ കാണാൻ പറ്റും. പലതും ഈ പറയുന്ന ബൗൺസും ഈ പറയുന്ന സ്വിങ്ങും ഒക്കെ ഏറ്റവും കൂടുതലാവുന്നത്. അതിങ്ങനെ ചെയ്യാൻ പറ്റുന്ന, സത്യം പറഞ്ഞാൽ എത്ര നാളായിട്ട് ക്രിക്കറ്റ് കാണുന്നു, ക്രിക്കറ്റ് കളിക്കുന്നു, പക്ഷെ ഇങ്ങനെ കാണാൻ പറ്റില്ല. ഞാൻ ഒരിക്കൽ ഈ ബൗൺസ് കുറവുള്ള പിച്ചിൽ കളിച്ചിട്ടുണ്ട്. അന്ന് തന്നെ നമ്മൾ പിച്ചിൻ്റെ കാര്യം പറയും പാമ്പാണ് നോക്കിക്കോന്ന്. പാമ്പാണെന്ന് ബോൾ ഇഴഞ്ഞേ വരുള്ളൂ എന്നാണ് പറയുക. എന്ന് പറയുന്ന പോലെ ചില ബോളുകൾ ഇഴഞ്ഞു വരുന്നു, ചില ബോളുകൾ അടിച്ച് മുകളിൽ വരുന്നു. അവസാനം ഒരു രക്ഷയില്ല. എന്നിട്ട് അവരുടെ ലാസ്റ്റ് വന്ന ബാറ്റ്സ്മാരൊക്കെ കളിച്ച രീതിയുണ്ട്, അതായത് ഇറങ്ങി അങ്ങോട്ട് അടിക്കുക തന്നെ, കൊള്ളട്ടെ ഇല്ലെങ്കിൽ വേണ്ടാന്ന്. ഈ പിച്ചിലും 50 അടിച്ച് 2-3 ബാറ്റ്സ്മാർ ടീമിലുണ്ട്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നമിക്കണം. അതുപോലെ അവർ കളിച്ച് വെച്ചിട്ടുണ്ട്. ബോളേഴ്സിൻ്റെ ഒരു പർദീസ എന്ന് പറഞ്ഞാൽ ബോളേഴ്സിന് വേണ്ടി ഉണ്ടാക്കിയ പോലെയുണ്ട്. സംഭവം ഉദ്ദേശശുദ്ധി നല്ലതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം.
പക്ഷേ ഇത് മൊത്തം ക്രിക്കറ്റിന് നാണക്കേട് ഉണ്ടാക്കി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനത്തെ ഒരു പിച്ച്, ഇപ്പോൾ T20 ഇങ്ങനെ ഒരു പിച്ചേ നമ്മൾ ഉണ്ടാക്കില്ല, കാരണം റിസൾട്ട് ഉണ്ടാവുന്നുള്ളതുകൊണ്ടായിരിക്കും. പക്ഷെ അത്രയും സ്വിങ് കൊടുക്കുമ്പോൾ ബോളേഴ്സിനും ബാറ്റ്സ്മാൻമാർക്കൊക്കെ നാണക്കേടായിപ്പോയി. എന്തായാലും ഈ പിച്ചിന് തിരിച്ചു വരുമോ ഇല്ലെന്നുള്ള കാര്യത്തിൽ ചിലപ്പോൾ ഇനി ആരും അധികം ശ്രദ്ധിക്കാനോ കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഈ പിച്ച് തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ ആ ലോർഡ്സിന് ചീത്തപ്പേരാ. ആദ്യമായിട്ടാണ് ലോർഡ്സിൻ്റെ ഒരു പിച്ചിന് ഇങ്ങനെ ഒരു ചീത്തപ്പേരുണ്ടാകുന്നത്. പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ ഹൈലൈറ്റ്സ് ഒന്ന് കണ്ടു നോക്കട്ടോ.